നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഒരു ക്രീം രാത്രി തേച്ച് കിടക്കാൻ പറ്റിയ ക്രീമാണ് ഞാനിന്ന് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ഇത് തേച്ച് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ആദ്യം ഒരു മസാജ് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കണം. ഇതിന് ഞാൻ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട്, തേങ്ങാപ്പാൽ പറ്റാത്തവർ തേങ്ങാപ്പാൽ എടുക്കണ്ട. നിങ്ങൾ അതിന് പകരം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളോ ഗ്ലിസറിനോ ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ നല്ല ഒന്നാം പാൽ നല്ല കട്ടിക്കാണ് എടുത്തിരിക്കുന്നത്. അത് ഓയിലി സ്കിന്നുകാർക്ക് ഒട്ടും പറ്റില്ല, കാരണം ഇത് നല്ല ഓയിലിയാണ് ഇത്തിരി. അപ്പോൾ ഞാനെടുത്ത അത്ര നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല വെച്ചാൽ നിങ്ങൾ തീർച്ചയായും എടുക്കണ്ട കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇത് രാത്രി തേച്ച് കിടന്ന് ഒരു മസാജ് കൊടുത്ത് രാത്രി തേച്ച് കിടക്കണം. കിടന്നതിന് ശേഷം രാവിലെ എണിച്ച് നമുക്കിത് നിങ്ങൾ ഫേസ് വാഷോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കടലമാവോ ഏതാ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്കിത് കഴുകിക്കളയാം. നിങ്ങളുടെ ഫേസ് ഫസ്റ്റ് യൂസിൽ തന്നെ ഒരു തിളക്കം ഒരു പ്രത്യേകത നമുക്ക് തോന്നും. അതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 10 ദിവസം ആകുമ്പോഴേക്കും മുഖത്തുള്ള പാടുകളെല്ലാം നമുക്ക് ഡിസ്കളറേഷനും പിഗ്മെൻറ്റേഷനും എല്ലാം ഇല്ലേ, എല്ലാം മെല്ലെ കുറഞ്ഞ് നമ്മുടെ സ്കിന്നിൽ നല്ല കളർ കൊണ്ടുവരാൻ ഈ ഒരു ക്രീം നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് പുറത്തെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അപ്പം തന്നെ ഞങ്ങളെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. ഒരിക്കലും ഇത് പുറത്ത് വെക്കരുത്, കേട് വന്ന് പോകും. കാരണം നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ക്രീമാണ്. ഇത് ഞാൻ ഉറപ്പ് തരികയാണ്, അടിപൊളി ക്രീമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്ക് കേട്ടോ. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട് വെച്ചാൽ എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്ന് പറയാൻ മറന്നുപോയി, ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. എല്ലാവരും ക്രിസ്മസൊക്കെ നല്ലപോലെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസും പറഞ്ഞത് ബദാമാണ്. ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തി തൊലി കളഞ്ഞ ഒരു 6 ബദാമാണ് എടുക്കുന്നത്. ഇത് നമുക്ക് അരച്ച് ഇതിൻ്റെ പാലെടുക്കണം. അപ്പോൾ ഞാനിത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിക്കണം. അതിന് ശേഷം ഞാനിവിടെ റോസ് വാട്ടർ ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ ഉണ്ടാക്കിയ റോസ് വാട്ടറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് റോസ് വാട്ടർ വെച്ചാൽ അത് ഒഴിച്ച് നല്ലപോലെ അരച്ച് നമുക്കിതിൻ്റെ പാലെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഞാനിതാ ബദാം നല്ലപോലെ അരച്ച് പാല് ഊറ്റി അരിച്ചെടുത്തു. ഇത് ബദാമിൻ്റെ ചണ്ടിയാണ്. ഇത് നമുക്കൊരു പാക്കായിട്ടോ സ്ക്രബായിട്ടോ ഇടാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരിക്കലും കളയരുത് കേട്ടോ, കാരണം ഇത് കൊണ്ട് നമുക്ക് ഇനി ഉപകാരം ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ പാല്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഇതിൽ മിക്സ് ചെയ്യേണ്ട സാധനം പറഞ്ഞാൽ ഇത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ ഒന്നാം പാൽ എടുത്തിട്ട് ഞാൻ രാവിലെ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതുകൊണ്ട് അതിങ്ങനെ നല്ല കട്ടയായിട്ടിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ തണുപ്പ് പിന്നെ ഫ്രിഡ്ജിലും വെച്ചില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കണം. ഇത് നമുക്ക്
ആയ പോലെ തോന്നും നമുക്ക്. അതൊരു 10 ദിവസം ഉപയോഗിക്കുമ്പോഴേക്കും മുഖത്തുള്ള പാടുകളൊക്കെ മെല്ലെ മെല്ലെ മാഞ്ഞ് മുഖത്തിന് നല്ല പോലെ എന്താ പറയുക ഒരു ഗ്ലോ, നല്ലൊരു വെളുപ്പ് നമുക്കൊന്ന് ഫീൽ ചെയ്യും. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് മുഖത്തിന് ഒരു കേടും ഇല്ലാത്തതാണ്, വീട്ടിൽ ഉള്ള സാധനമാണ്. ഒരു കാര്യമുണ്ട്, ഫ്രിഡ്ജിൽ വെക്കണമെന്ന് മാത്രം. ഇനി ഞാൻ അതിലേക്ക് ഉപയോഗിക്കുന്നത് അബ്സർവ് ആയിക്കൊണ്ടിരുന്നോളും. കയ്യിലെടുക്കുക. ഉറങ്ങണതിന് മുമ്പ് ഇതുപോലൊരു മസാജ് കൊടുത്ത് നല്ലപോലെ കഴുത്തിലും കയ്യിലും മുഖത്തും അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പോയി കിടന്നുറങ്ങുക. രാവിലെ നിങ്ങൾ കഴുകിക്കളയുക. ഇത്രയേ വേണ്ടുള്ളൂ. ഇപ്പോൾ ഞാനിതാ പിന്നെ ഞാൻ അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, സ്കിന്നിൽ നമുക്ക് ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അടിപൊളി ക്രീമാണേ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. എൻ്റെ സ്കിന്നിൽ ഇവിടെയൊക്കെ ഒരുപാട് പാടുകളുണ്ടായിരുന്നു, അതൊക്കെ മാഞ്ഞു പോയി. ഇപ്പോൾ താടിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ക്രീം നിങ്ങൾ ഉണ്ടാക്കി, ഹോം മെയ്ഡ് ക്രീം നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു 3 തവണ ഉണ്ടാക്കേണ്ടി വരും. നമുക്ക് 10 ദിവസത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ. അതിലൊരു ബോട്ടിലാക്കി അടച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.